രതീഷ് നോക്ക് രതീഷ് രതീഷ്. ഈ ഒരു സെറ്റപ്പിലാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഒരുപാടൊന്നുമില്ല, നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ഒന്ന് ഹാൻഡിലൊക്കെ വാട്ടി റെഡിയാക്കി അതിൽ വെക്കണമെന്നുള്ളൂ. അപ്പോൾ ഒരു ട്രിപ്പിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. വയനാടാണ്, ഒരു റിസോർട്ട് സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇന്ന് പോയി നാളെ തിരിച്ചെത്തുള്ളൂ. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. രസമല്ലേ അങ്ങനെ പൊതിച്ചോറൊക്കെ ആയിരിക്കും. അപ്പോൾ മെയിൻ ഐറ്റം ചോറ് തന്നെ. ചോറില്ല, കൂടുതൽ പൊതിയൊന്നും ആക്കണില്ല കേട്ടോ. 2 പൊതി ആക്കണുള്ളൂ. എല്ലാവരും കൂടി കഴിക്കാൻ വിചാരിച്ചു. നമുക്ക് ഒരുപാട് പൊതിയൊക്കെ കെട്ടാനും ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു മതി. കറിയായിട്ടൊന്നും എടുത്തിട്ടില്ല. കറി ആകുമ്പോൾ അങ്ങനെ ഒരിക്കല്ലോ. പൊതിച്ചോറിൽ അങ്ങനെ കറിയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഏതായാലും ഞാനിവിടെ ഉണ്ടായിരുന്ന വെണ്ടക്കയിന്. ഇപ്പോൾ വെണ്ടക്കയും തക്കാളിയും നല്ല പൊടിയൊക്കെ ടേസ്റ്റ് അതാണ് വെക്കണേ. പേര് എല്ലാം മുളകിട്ട് വെണ്ടക്ക ഉപ്പേരിട്ടു. പിന്നെ നമുക്ക് മെയിൻ ഐറ്റം ഫിഷാണ്. ഒരു 2-3 കഷ്ണം തീ വെക്കാം. അപ്പോൾ ഒറ്റ പൊതിയായി പൊതിഞ്ഞുകൊണ്ട് അങ്ങനെ വെക്കാം. പിന്നെ ഇതാ നമ്മളെ മാങ്ങ ഇട്ട ചമ്മന്തി ഉണ്ട്. ഇത് ഫ്രഷ് മാങ്ങ അല്ല, ഉപ്പിലിട്ടച്ച മാങ്ങ ചെറുതായിട്ട് ചമ്മന്തി ആക്കിയതാണ്. അപ്പം അതും വെച്ച് കൊടുക്കാം. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആംപ്ലേറ്റ് ഇല്ലാതെ ഇത് ഫുള്ളാവില്ലല്ലോ. അപ്പോൾ അതാ നല്ല ഇരുപ്പൻ ചട്ടിയിൽ പൊരിച്ച ആംപ്ലേറ്റ്. ഇത് പൊരിച്ചപ്പോൾ നടു പോയിന്ന്. അതിങ്ങനെ വലിയ പീസ് നിൽക്കുക. അപ്പം അതും നിൽക്കട്ടെ. ഇനി അങ്ങനെ പൊതിച്ചോറ് റെഡിയായി. ഐറ്റംസ് ഉള്ളൂ. അച്ചാറുണ്ട്. നല്ല നാരങ്ങച്ചാറും കുറച്ച് വെച്ചു. അപ്പോൾ അതെങ്ങനെ കെട്ടുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമുക്കുള്ളതിനല്ലേ. അപ്പോൾ അതുപോലൊക്കെ അത് പൊതിഞ്ഞ് വെക്കുക. പേപ്പർ ദിമക്കാവരുത്. ഇലകൊണ്ട് ആദ്യം ഇല അങ്ങോട്ട് അധികം നിൽക്കുക. ഇവിടെ വാങ്ങേണ്ടതിൻ്റെ പൂക്കുണ്ട്. അങ്ങനെയൊക്കെ ലയിക്കും. ഇത് സാധാരണ എന്തുകൊണ്ടേലും കെട്ടിവെക്കലാണ്. നമുക്ക് തൽക്കാലം സെല്ലോട്ടേപ്പ് പൊട്ടിക്കാം. അപ്പോൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നമ്മൾ 2 പൊതി സെറ്റാക്കി. ഓക്കെ, ഇത് കവറിലിട്ടാൽ മതി. മീൻ പൊരിച്ച ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് നമ്മളെ പൂച്ചക്ക് കൊടുക്കാം. നമ്മളേതായാലും ഇവിടുന്ന് പോകുകയല്ലേ. അപ്പോൾ പൂച്ച ഉച്ചയായാൽ തെരഞ്ഞു വരും. ഇത് പാത്രം ഇവിടെ ഉണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീൻ പൊരിച്ച ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതുപോലെ നല്ല ടേസ്റ്റിൽ തിന്നും ചെയ്യും. ചിലർക്ക് ഇങ്ങനെ ഈ മീൻ പൊരിച്ച എണ്ണയിൽ ഉള്ള ചോറ് നല്ല ഇഷ്ടമായിക്കാറില്ല തിന്നാൻ. പക്ഷെ നമ്മളെ വയറ് വെറുതെ കുറേ എണ്ണ വയറ്റിലാകണ്ടല്ലോ, നാശാക്കണ്ടല്ലോ. പക്ഷെ പൂച്ചയൊക്കെ നല്ലതുമാണ്. ഇതിലിഞ്ഞും കുറച്ചുകൂടിയൊക്കെ ചോറ് ഇടേനി ഉണ്ടല്ലേ. ചട്ടി ക്ലീൻ ആയി കേക്ക് വെച്ചാൽ മതി. ഇത് ടൈം ആകുമ്പോൾ വന്ന് തിന്നുമ്പോൾ പെർമാണിച്ച് എടുക്കാം. റിസോർട്ട് സ്റ്റേ എവിടെ ലിച്ചൂടെ ഇജ്ജ അവിടെ എത്തിയോ? വണ്ടിയിൽ ആവി വെക്കാൻ പോയിനി. പോട്ടെ വിട്ടൂടെ, ഞങ്ങൾ വരാം വേക്കില്.
അപ്പോൾ ബസ് മഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അരീക്കോട് വഴിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അരീക്കോട് നിന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ രണ്ടാളും 2 വീലർ എടുത്ത് അങ്ങനെയാണ് അരീക്കോടൊക്കെ എത്തിയ ലഗേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ ബസ്. അങ്ങനെ അരീക്കോട് കറക്റ്റ് ടൈമിന് തന്നെ എത്തി, ഞങ്ങളും ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിനി. പിന്നെ ബസ് കയറി വെക്കുമ്പോൾ ഫുള്ളൊക്കെ അധികം പേര് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കൂടിയിട്ട് എല്ലാവരും ഫുൾ ഓണേനി. കാരണം ഓലി മഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തണല്ലോ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കയറി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ഡാൻസ് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10K ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യൂസ്. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബസ്സിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ബസ്സിൽ പാട്ടിട്ടിട്ട് അത് കേട്ടിട്ട് രസമാക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കളിച്ച ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിനുള്ള ഒരു യാത്രയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിലുള്ളതൊക്കെ ക്രിയേറ്റേഴ്സാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ പോലെ പാട്ടും ഡാൻസും ഇടയ്ക്ക് സ്നാക്കൊക്കെ ഷെയർ ചെയ്ത് ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ കുട്ടികളെ പോലും കെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. മക്കളൊക്കെ അതാ ബാക്കത്തെ സീറ്റിൽ സേഫ് ചെയ്തിട്ടോ. നസീബുള്ള ലീലയാണോ ഹിലാലത്തറന്നയോ പടച്ചോന്റെ പ്രാവ് തോൽക്കും നസീബുള്ള ലീലയാണോ ഹിലാലത്തറന്നയോ പടച്ചോന്റെ പ്രാവ് തോൽക്കും അങ്ങനെ ഇതാ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ വലിയ തിരക്ക് എന്ന് പറയാനൊന്നുമില്ല, ഒരു ആവറേജ് ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ട് തന്നെ അങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെൽക്കം ടു വയനാടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ കൊണ്ടുപോയ പൊതിച്ചോറ് സീറ്റ് കിട്ടിയപ്പോൾ മക്കൾക്ക് കൊടുത്തു. ആ ഒരു ഹോട്ടലിലും ബിരിയാണിയും നാടൻ ചോറും നെയ്ച്ചോറും പല വെറൈറ്റി ഡിഷുകളും ഉണ്ടായിനി, പിന്നെ പൊറാട്ട അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും വേണ്ടത് കഴിച്ചു. പക്ഷേ ഈ ഒരു ചോറ് കണ്ടപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചുതരാം, ഈ ചോറ് ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിന് കേട്ടോ. നമ്മൾ രാവിലെ പുറപ്പെട്ട് ഉച്ചയായപ്പോൾ കഴിക്കാനില്ല, അങ്ങനെ കൈ പിടിച്ചാണ്. പക്ഷേ നല്ലൊരു ഇതായി. ഞങ്ങൾ വയനാട് സമയം ഉച്ച സമയം ഫുഡ് കഴിക്കാട്ടോ. അടിപൊളി നത്തോലി ഫ്രൈ നാടൻ ഫുഡ് ചിക്കൻ ബിരിയാണി അല്ല സി ബി കുഴപ്പമില്ല. അത് വീണ്ടും കാണാം. ബൈ. അങ്ങനെ സീറ്റ് ഒഴിവായി കിട്ടിയപ്പോൾ മക്കൾക്കൊരു ഇല അയച്ചു കൊടുത്ത് പോലെ കഴിച്ചേനി. പിന്നെ ആ ഇല ബാക്കിയുള്ളത് ഞാനും കൂട്ടി കഴിച്ചു. അപ്പോൾ ഞാൻ വെച്ച ഫുഡ് ഫുള്ള് ഞാൻ എടുത്തേനി, ഞാൻ ആരെങ്കിലും ഒക്കെ ഷെയർ ഇട്ട് കഴിക്കണമെങ്കിൽ വിചാരിച്ചിട്ട്. പോലോട് ചീത്ത അറിയാണ്, ചോറ് തീരുണ്ടായിരുന്നില്ല എന്തിനാ വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ബസ്സിക്ക് പോവുകയാണ്. ബസ് ഒരു 300 മീറ്റർ അപ്പുറത്താണ് നിർത്തിയിട്ട് ബസ്സിക്ക് പോണ കാഴ്ചയായി കാണുന്നത്. വെയിലത്ത് കൂടെ പഴക്കം മഞ്ഞോളി കളറുണ്ടോ? അങ്ങനെ ഇതാ നമ്മൾ പോയി ഏകദേശം മേപ്പാടി ആ ഭാഗത്ത് എത്തിയാണ്. 2 ഭാഗത്തും തേയിലത്തോട്ടങ്ങളെ ഭംഗി കണ്ടപ്പോൾ ഞാൻ നേരെ ബസ്സിൻ്റെ മുന്നിൽ പോയി. അതുവരെ പാട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ബസ്സിൻ്റെ മുന്നിൽ പോയിട്ടാണ് വിഷ്വൽസൊക്കെ എടുക്കുന്നത്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയിട്ട്. അവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഭാഗത്തും കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ചെറുതായിട്ട് വയ്യൊന്ന് പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ബസ്സൊന്ന് നിർത്തിയിട്ടായിട്ടൊന്ന് കൺഫേം ആക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മളെ 900 കണ്ടി ബോച്ചെ 1000 ഏക്കറിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. അതുകൊണ്ട് അതും കാണാനായി. വഴി തെറ്റിപ്പോയതാണെങ്കിലും റിപ്പണിന് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്.
അങ്ങനെ അവിടുന്ന് ബസ് വീണ്ടും തിരിച്ച് എന്താ ഭംഗിയില്ലേ കാണാൻ. ഇതൊക്കെ ഒന്ന് ഇറങ്ങി കാണണം സ്വസ്ഥമായിട്ട് പോയിട്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ അവിടുന്ന് ബസ് തിരിച്ചു. പിന്നെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ വണ്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിയവർ പെട്ടെന്ന് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെയാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കി മ്യൂസിക് കൊടുക്കുന്നത്. പിന്നെ ബാഗൊക്കെ ബസ്സിൻ്റെ ബാക്കിലാണ് എല്ലാവരും. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് ഉള്ളോട്ട് നടക്കാണ്ട് റിസോർട്ടിക്ക്. ബസ് ഇവിടെ വരെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. പ്രൈവറ്റ് വാഹനമുള്ളവർക്ക് ഉഷാറായിട്ട് ഉള്ളോട്ട് പോകട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ വോയിസ് ഓവർ കൊടുക്കണേ. എവിടക്ക പോണേ? പോട്ടെ ഞാൻ മോട്ടീവ് ഡയറീസ് റമീസ മുജീബ്. എനിക്ക് 30 ഉണ്ടായിന്. ഞാൻ ഇതായതാ ക്ലിയർ ചെയ്താ. അത് നമ്മൾ ആക്റ്റീവ് അല്ലാത്തവര് ക്ലിയർ ചെയ്യല്ലോ. അങ്ങനെ ചെയ്തു. അപ്പം ഏകദേശം 4:30 മണിയായി. നമ്മളിപ്പോൾ ഇവിടെ എത്തി. റിസോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഓടാൻ പക്ഷെ ബസ് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാം. അതല്ലേ വീടൊക്കെയാണ് അല്ലേ, പച്ചപ്പിന്റെ ഇടയിൽ. പക്ഷെ അതല്ല, ഇത് നോക്കി ഈ വീടിന്റെ വ്യൂ നോക്കി. ഞാൻ പറയുന്നതാ, നോക്കി അടിപൊളി വീട്. ഇത് നോക്കുമ്പോ ഇങ്ങനെ കാണാനില്ല. അതാ ഞാൻ പറഞ്ഞു. ക്യാമറ കണ്ണിലൂടെയുള്ള ഭംഗി എന്നൊക്കെ മനസ്സിലാകട്ടെ. അങ്ങനെ റിസോർട്ടിലേക്ക് ഒരു കയറ്റുണ്ട്. ആ കയറ്റം കയറുകയാണ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡ്രിങ്കൊക്കെ കുടിച്ച്, പിന്നെ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഓല ഇതിൽ എൻഗേജ്ഡായി. അങ്ങനെ ഫൈനലി നമ്മളിതാ 5 ഡ്രീംസ് റിസോർട്ടിലെത്തിയാണ് വയനാട്. അപ്പോൾ ഇപ്പോൾ എത്തിയപ്പോൾ ഏകദേശം ടൈം 4-4:30 ആ ഒരു ടൈമായി. ഇനി എല്ലാവർക്കും റൂമൊക്കെ സെറ്റാക്കണം, ഫ്രഷ് ആവണം, ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര വീഡിയോ ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ സാധിക്കല്ലേ, സാധിക്കാനെ പണ്ട് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. പിന്നെ നമ്മളെ ഈ ഒരു ട്രിപ്പിലാണ് കാണുന്നത്. വൈബ് ആയിരുന്നിട്ട് ആള് സെറ്റാണ്. അപ്പോൾ എന്താണ് ട്രിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? ട്രിപ്പ് പൊളിയാണ്. വി ക്രിയേറ്റീവ്സിൽ ഞാനും ഉണ്ട്, അതെ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. ഏകദേശം യൂട്യൂബേഴ്സിന് 65ഓളം പേരെ കാണാൻ പറ്റി. വലിയ സന്തോഷമുണ്ട്. 5 ഡ്രീംസ് ആണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നത്. ആദ്യമായിട്ട് അവരോട് നന്ദി പറയുകയാണ്. പിന്നെന്താ പറയുക, ഏകദേശം 2 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും. അടിച്ചു പൊളിക്കാൻ വന്നതാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ നിർത്തിയില്ലേ? റിസോർട്ടൊക്കെ അടിപൊളിയാണ്. നമ്മളിവിടെ എത്തിയത്. പക്ഷെ പോരുന്ന വൈബുണ്ടല്ലോ ബസ്സിലെ യാത്രയ്ക്ക്, അതൊരു 1.5 വൈബ് തന്നെയാണ്. പൊളിച്ച് പറഞ്ഞാൽ പൊളിച്ച് അടിച്ച് പൊളിച്ച് ഡാൻസ്, പാട്ട്, കൂട്ട് കാരണം വെച്ചാൽ പല ജാതി ആൾക്കാരും, ബുള്ളറ്റ്മാനോ, പിന്നെ ജാസി, അങ്ങനെ കുറച്ച് സാദി, അങ്ങനെ കുറച്ച് ഒരുപാട് ബ്ലോഗേഴ്സുണ്ട് കേട്ടോ. ഞങ്ങളൊരു 50 പേരുണ്ടോ അല്ലേ? മൊത്തം 50 പേരുണ്ട്. അപ്പൊ അത്യാവശ്യം വലിയൊരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്റ്റെയർകേഷനും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല. ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ. പൂള് ഒക്കെ സ്വീകരണമാണ്. കാരണം നമ്മൾ വന്ന് കയറിയപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പൂള് വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തതാണ്. പിന്നെ പൂളും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിന്റെ മുകളിലാണ്. പക്ഷെ നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ യാത്ര വന്നതെന്താ വെച്ചാൽ ആ ബസ്സിലെ യാത്ര പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷെ ഇത്ര ആൾക്കാരെ യൂട്യൂബർമാരുടെ ഇടയിൽ നമ്മൾ വന്ന് റിസോർട്ടിന്റെ പേര് ശ്രദ്ധിച്ചാൽ 5 ഡ്രീംസ് നമ്മളെ 5 മെമ്പേഴ്സിന് വരാൻ പറ്റും. അതെ, 5 ഡ്രീംസ് ആണ് കേട്ടോ അതിന്റെ പേരെന്നെ. കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു 5 ആളല്ലേ, അതായത് 5 പേരിൽ 5 ഡ്രീംസ്. പിന്നെ എന്താ ബസ് ഇറങ്ങി ഒരു 200 മീറ്റർ മാക്സിമം നടക്കണ്ടോ. പ്രൈവറ്റ് വാഹനമുള്ളവർക്ക് സുഖമാണ്, ബസ്സായതുകൊണ്ടാണ്. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. നല്ലൊരു റിസോർട്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, സ്വസ്ഥമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ഉണ്ടാവുക. അടിപൊളിയാണ്. മക്കളൊക്കെ ഇതാ അവിടെ സെറ്റായിട്ടോ. വന്നപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയ കിട്ടിയാണ്. ഇനിമേ കളിക്കുകയാണ്. ഇനി മേലോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റികളൊക്കെ.
നമുക്ക് അങ്ങോട്ടും കയറി നോക്കണം. കണ്ടോ, ഇതാണ് ഒരു വില്ല വരുന്നത്. പിന്നെ മേലെ വേറെ വില്ലകളൊക്കെ ഉണ്ട്. ആ ഭാഗമൊക്കെ നമുക്ക് പോയി നോക്കണം. അങ്ങനെ പിന്നെ നേരെ മേലെ കയറി. അപ്പോൾ അവിടെ 3 സെപ്പറേറ്റ് വില്ലകളുണ്ട്. അതിലൊരു പൂൾ വില്ലയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആവണതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യാനും പിന്നെ ഓരോരുത്തർ പരിചയപ്പെടലും. കാരണം ബസ്സൊന്നും യാത്രയിലൊന്നും ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. ഇവിടത്തെ ഒന്ന് ഫ്രീ ആയപ്പോഴല്ലേ വീഡിയോസ് എടുക്കലൊക്കെ ആയിട്ട് എല്ലാവരും എൻഗേജ്ഡ് ആണ്. കാരണം എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ വീഡിയോസ് എടുക്കലും അത് വ്ളോഗാക്കലും വീഡിയോ ആക്കലൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ടാവും. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലൊക്കെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളെ സ്വന്തം എന്താ പറയുക ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഇവിടെ വന്ന് ഇവിടെ കണ്ടപ്പോഴാണ് ഇവിടെ ഭയങ്കര ഹൈലൈറ്റ് തോന്നിയത്. കണ്ടപ്പോഴേ അങ്ങനെയല്ല നമ്മളുള്ളത് ഇന്നത്തെ നമ്മളെ എന്താ ബി ക്രിയേറ്റീവിൻ്റെ ഫാമിലിൻ്റെ ഒരു എന്താ പറയുക റിസോർട്ട് സ്റ്റേ ആണ്. അപ്പോൾ അവിടെ നമ്മളെ പങ്കെടുക്കാൻ വന്നതാണ്. വലിയൊരു അതിലേക്ക് ചാനലിലെ മറ്റൊരു ഹീറോ ആബ്സെന്റ് ആണ്. കാണാൻ പറ്റുമോ, കണ്ടാൽ തന്നെ സംസാരിക്കാൻ പറ്റുമോ സംശയിച്ച് വെക്കുകയാണ്. കാസർഗോഡ് ഈ താടി കണ്ടപ്പോൾ അപ്പൊ ഈ താടിമല എന്താ പ്രത്യേകിച്ച്? അല്ല, കാസർഗോഡൊക്കെ താടിയുള്ള ആൾക്കാരാണ്. ഞാൻ കണ്ടത്, പക്ഷെ ഞാൻ നാട്ടുകാരാണ്. ഞങ്ങൾ ഓള് വീട്ടിലൊക്കെ പോയിന്. ഞാൻ അപ്പൊ ഓക്കെ പോയിട്ടില്ല. ഓക്കെ സെറ്റ്. ചെന്നുടനെ തന്നെ എല്ലാവർക്കും ചായ സ്നാക്കൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കൊണ്ടിങ്ങനെ റിലാക്സ് ആയിട്ട് കുടിക്കാൻ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ ഏകദേശം രാത്രിയായി, ലൈറ്റൊക്കെ തെളിയാൻ തുടങ്ങി. ഈ ഒരു കാണുന്ന പൂൾ വില്ലയിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക. ഇത് തന്നെ അത്യാവശ്യം ലെങ്തിയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്നത്തെ വൈബുകളൊക്കെ നമുക്ക് പിന്നെ കാണാം.